അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരെ, ഇന്ന് സ്നേഹക്കൂട് പുതിയൊരു വിഷയവുമായിട്ടാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ കൗമാര പ്രണയത്തിനെക്കുറിച്ച്, അതുപോലെ തന്നെ അത് എന്തുകൊണ്ടാണ്, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ അതിൻ്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നിർദ്ദേശിച്ചത്. ഇന്നും അതിൻ്റെ ഒരു തുടർച്ച എന്നോണം, എന്നാൽ നമ്മുടെ രക്ഷിതാക്കൾക്ക് ഏറെ ഉപകരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ കുട്ടികളും നിർബന്ധപൂർവ്വം കേൾക്കേണ്ട ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ പോലെ തന്നെ ഇന്നും ഈ ഒരു വിഷയവുമായി നമ്മുടെ ചർച്ചയിൽ നമ്മൾ സംസാരിക്കുന്നത്, നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തൻ്റെ അനുഭവങ്ങളിലൂടെ പങ്കുവെക്കുന്നത് ബഹുമാന്യനായ പ്രൊഫസർ കെ.പി. സേസാറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തിന് വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും. നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വെച്ചത്, ഇന്ന് ഏറെ ചർച്ച ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട, പരിഹാരം രക്ഷിതാക്കൾക്ക് കിട്ടേണ്ട ഒരു വിഷയമാണ് കൗമാര പ്രണയം, കലാലയ പ്രണയം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ കാരണങ്ങൾ, അതിന് വേണ്ട പരിഹാരങ്ങൾ, അതൊക്കെയാണ് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ നിർദ്ദേശിച്ചത്. അവിടെ സമയം, കമ്മ്യൂണിക്കേഷന് വലിയൊരു പങ്കുണ്ടെന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. അതുപോലെ തന്നെ കുട്ടികൾക്ക് കിട്ടേണ്ട കെയറിങ് ആൻഡ് ഷെയറിങ്, അതുപോലെ പാരൻസ് ആർ ദ റോൾ മോഡൽസ് ഫോർ ദ ചിൽഡ്രൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അതുപോലെ പ്രണയം എന്നതൊരു വികാരമാണ്, അത് എങ്ങനെയാണ് ചിലവഴിക്കേണ്ടത്, എവിടെയാണ് ചിലവഴിക്കേണ്ടത്, പിശാച് വിശ്വാസികളായ ആളുകൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ ഒരു മേഖലയിലാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞു. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ പ്രണയത്തിൽ അകപ്പെട്ട ഒരുപാട് കുട്ടികളുണ്ട്, അതുപോലെ തന്നെ തങ്ങളുടെ മക്കൾ പ്രണയത്തിൽ അകപ്പെട്ടതിൻ്റെ പേരിൽ കയ്പുനീരനുഭവിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. അവർക്ക് എന്താണ് നമുക്ക് പരിഹാരമായി നിർദ്ദേശിക്കുക? ആ രക്ഷിതാക്കൾക്ക് ഒരു സമാധാനത്തിൻ്റെ വാക്കുകൾ കിട്ടാൻ, തങ്ങളുടെ മക്കളെ ദീനനുസരിച്ച് ജീവിക്കുന്ന, അവരുടെ ജീവിതത്തിലേക്ക് ദീൻ നിർദ്ദേശിക്കുന്ന ഒരു വിവാഹമാണ് ഏതൊരു രക്ഷിതാവും ആഗ്രഹിക്കുക. അപ്പം അതിനൊക്കെ ഉതകുന്ന, അതിനൊക്കെ കാരണമാകുന്ന ഒരു പരിഹാര നിർദ്ദേശം നമുക്ക് നിർദ്ദേശിച്ചു കൊടുത്തുകൂടെ? എങ്ങനെ ഇവരെ അതിൽ നിന്നും പിൻവലിക്കാം? നിങ്ങൾ ചോദിച്ച ഈ ചോദ്യം വളരെ റെലവൻ്റ് ആണ്. കാരണം ഇന്ന് ഒരുപാട് രക്ഷിതാക്കൾ മക്കളുടെ പ്രണയവുമായി ബന്ധപ്പെട്ട് കൗൺസിലിങ്ങിന് എത്തുമ്പോൾ അവരുടെ മുഖത്ത് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഫീലിംഗ് നിസ്സംഗതയാണ്, ഹെൽപ്ലെസ്നെസ്, അതായത് നിസ്സഹായാവസ്ഥ. അത് ഞാൻ എന്താ ഇനി ചെയ്യേണ്ടത്, സാറൊന്ന് പറഞ്ഞുതാ. നല്ല സാമ്പത്തിക ഭദ്രതയുണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്, നല്ല വീടുണ്ട്, നല്ല ഭാര്യയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ ഒരു മകൾ അല്ലെങ്കിൽ ഒരു മകൻ ഈ ഒരു പ്രണയത്തിൽ അകപ്പെട്ടതിൻ്റെ പേരിൽ തീരാ ദുഃഖം അനുഭവിക്കുന്ന രക്ഷിതാക്കളെ ലൈവായി പലപ്പോഴും കൗൺസിലിംഗ് റൂമിൽ നമ്മൾ കാണുകയാണ്. ഇവിടെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഈ പ്രണയം എന്ന കുരുക്ക് അത് യഥാർത്ഥത്തിലൊരു വൈറസാണ്, വൈറസ് ബാധയാണ്. അപ്പോൾ ഈ വൈറസിൽ നിന്ന് നമ്മുടെ കുട്ടികളെ മോചിപ്പിക്കണമെങ്കിൽ ഒന്നാമതായി നമ്മൾ മക്കളുമായി ഒരു നല്ല റാപ്പോ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ്. റാപ്പോ എന്ന് പറഞ്ഞാൽ ഒരു നല്ല ബന്ധം, ആത്മബന്ധം. ഈ കുട്ടികൾ സത്യത്തിൽ നിഷ്കളങ്കരാണ്, അവരൊരിക്കലും ട്രാപ്പ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ അവിടെ എത്തിപ്പെട്ടതാണ്. അപ്പോൾ എത്തിപ്പെട്ട ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശകാരിച്ചത് കൊണ്ടോ അടിച്ചത് കൊണ്ടോ അവരെ ചീത്ത വിളിച്ചത് കൊണ്ടോ അത് പരിഹരിക്കപ്പെടില്ല. കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അവരുടെ ശരീരത്തിൽ നടക്കുന്ന ഹോർമോൺ ചേഞ്ചസ്, ഈ ഹോർമോണാണ് അവരുടെ മാനസിക മാറ്റം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് അവിടെ നിലനിൽക്കുന്ന കാലത്തോളം നമ്മൾ ഉപദേശിച്ചത് കൊണ്ട് ഒരു കലം കമഴ്ത്തി വെള്ളം പാർന്നതുപോലെ ആയിരിക്കും, അതൊന്നും അവരുടെ മനസ്സിലേക്ക് കയറില്ല. അപ്പോൾ അവിടെ നമ്മൾ അവരുമായി ഒരു നല്ല റാപ്പോ, നല്ല ഒരു ആത്മബന്ധം സ്ഥാപിക്കുകയും കൂടെ തന്നെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കുട്ടികളോട് ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്നുള്ളത് അവരുടെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ടാവണം, അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല. അവരെ കേൾക്കാൻ നമ്മൾ തയ്യാറാവുമ്പോൾ അവർ നമ്മോട് മനസ്സ് തുറക്കും. അതിന് നമ്മുടെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം അവരുടെ കൂടെ നമ്മൾ ചിലവഴിക്കണം. അവർക്ക് ഫീൽ ചെയ്യണം, എൻ്റെ ഫാദർ, എൻ്റെ മദർ എനിക്ക് വേണ്ടി അവരുടെ പ്രധാനപ്പെട്ട സമയം ചിലവഴിക്കുന്നുണ്ട്. അവർക്ക് അവരുടെ ബിസിനസ് അല്ല പ്രധാനം, ഞാനാണ് പ്രധാനം. ഈ ഒരു അറ്റാച്ച്മെന്റ് ഫീലിംഗ്, സപ്പോർട്ടീവ് നേച്ചർ, ഇതൊക്കെ രക്ഷിതാവിൽ നിന്ന് കുട്ടിക്ക് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടിയുടെ ഹൃദയത്തിൽ ഒരു ഡിസയറബിൾ
അതായത് ഗുണപരമായ ഒരു മാറ്റം ഉണ്ടാവും. അപ്പോൾ പ്രധാനമായും നമ്മൾ സ്ഥാപിക്കേണ്ടത് നല്ല ആശയവിനിമയമാണ്. ആ കുട്ടിക്ക് ഫീൽ ചെയ്യേണ്ടതുണ്ട് എൻ്റെ ഉപ്പയും ഉമ്മയും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഞങ്ങളുമായി എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അതായത് കുട്ടി ആ പ്രായത്തിൽ അനുഭവിക്കുന്ന ഒരുപാട് സംശയങ്ങളുണ്ട്, സന്ദേഹങ്ങളുണ്ട്. ഇതൊക്കെ കേട്ടുകൊടുക്കുക എന്നുള്ളതാണ് രക്ഷിതാവ് ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ ആകെ ജോലി തിരക്കിലാണ്, ബിസിനസ് തിരക്കിലാണ്, എന്നിട്ട് നമുക്കതൊന്നും കേൾക്കാൻ നേരമില്ല. പിന്നെ കുട്ടി ട്രാപ്പ് ചെയ്തതിന് ശേഷം കേട്ടത് കൊണ്ട് കാര്യമില്ല. അപ്പോൾ പരിഹാരം ഒന്നാമതായി നിർദ്ദേശിക്കാനുള്ളത് അവരുമായിട്ട് ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷൻ സ്ഥാപിക്കുക എന്നുള്ളത്. ടു ബിൽഡ് അപ്പ് എ ഗുഡ് റാപ്പോ അല്ലേ, നല്ലൊരു ബന്ധം നമ്മുടെ മക്കളുമായി സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ്. അതൊരു വലിയ കാര്യം തന്നെയാണ്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണെന്ത്, പ്രണയം എന്നത് ഒരു വലിയൊരു ട്രാപ്പാണ്, ഒരു കെണിയാണ്. ആ കെണിയിലേക്ക് അകപ്പെടുക എന്നുള്ളത് തന്നെ വലിയൊരു കെണിയാണ് അല്ലേ. ഒരു വലിയൊരു വിഷം വെച്ചൊരു പാത്രത്തിലേക്ക് അതിൽ നിന്നും കോരി കുടിക്കുന്നതിന് സമാനമാണ് ഈ പ്രണയം എന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് എത്താതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എത്തിപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാനുള്ളത് നമ്മുടെ നല്ല ബന്ധം. പലപ്പോഴും ഇങ്ങനെയുള്ള പ്രണയത്തിൽ അകപ്പെട്ട കുട്ടികളെ രക്ഷിതാക്കൾ ചെയ്യാറുള്ളത് സാറ് ആദ്യം സൂചിപ്പിച്ച പോലെ കുറേ ശകാരവർഷം, ശാരീരികമായ ചില അടികൾ, അതോടൊപ്പം തന്നെ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള സംസാരങ്ങൾ, പിന്നീട് ഒരു പക്ഷേ യാതൊരു കമ്മ്യൂണിക്കേഷൻ പിന്നെ ഉണ്ടാവാത്ത തരത്തിലുള്ള ബന്ധമൊക്കെയാണ് ഉണ്ടാവുക. പക്ഷെ അത് കൂടുതൽ അപകടങ്ങളിലേക്ക്. അതായത് പിന്നെ രക്ഷിതാവ് പറഞ്ഞ ഇനി നിങ്ങൾ സംസാരിക്കുക, എനിക്ക് ഇനി സംസാരിക്കാൻ കഴിയില്ല, ഞാനും അവനും തമ്മിൽ അല്ലെങ്കിൽ ഞാനും അവളും തമ്മിൽ ഇനി സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഇവിടെ ക്ഷമ അവലംബിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ഷമയില്ലാത്ത ഒരാൾക്ക് മക്കളെ പോറ്റാൻ പറ്റില്ലല്ലോ. കാരണം ഈ കുട്ടി ഈ ഒരു ട്രാപ്പിൽ അകപ്പെട്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു റിയാലിറ്റിയാണ്. അപ്പൊ ആ റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് ആ കുട്ടിയെ ആ ഫാന്റസി വേൾഡിൽ നിന്ന് ഒരു ഇമാജിനേറ്റീവ് വേൾഡിലാണ് കുട്ടി ഇപ്പോ ജീവിക്കുന്നത്. അവളുടെ ജീവിതം പ്ലാൻ ചെയ്യാണ്, അത് ഫാന്റസിയിലാണ്, യാഥാർത്ഥ്യവുമായിട്ട് അത് യാതൊരു ബന്ധവുമില്ല. ഒരു വീട്ടില് ജ്യേഷ്ഠത്തി പ്രണയത്തിൽ അകപ്പെട്ടു, അവളുടെ വിവാഹം നിർബന്ധിതമായിട്ട് ആ വ്യക്തിയുമായി നടത്തി കൊടുക്കേണ്ടി വന്നു. അനിയത്തി പ്രൊഫഷണൽ കലാലയത്തിലാണ് പഠിക്കുന്നത്. ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് വിവാഹാലോചന ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ഉപ്പ മനസ്സിലാക്കുന്നത് ഇവളും ട്രാപ്പ് ചെയ്യപ്പെട്ടത്. അങ്ങനെ കൗൺസിലിങ്ങിന് 1-2 സിറ്റിംഗ് നടന്നു. അപ്പൊ ആ സിറ്റിങ്ങില് വാപ്പ ഈ ജ്യേഷ്ഠത്തിയെ കാണിച്ച് എന്നോട് പറയാണ്, അതായത് ഈ മോൾക്ക് ഏറ്റവും നല്ല ഉദാഹരണം ഈ വീട്ടിൽ തന്നെ ഉണ്ട്. അവളുടെ സ്വന്തം ജ്യേഷ്ഠത്തി പ്രണയിച്ച് വിവാഹം കഴിച്ചിട്ട് ഇന്ന് ഒരു ലക്ഷ്യമില്ലാതെ, കാരണം ഭർത്താവ് വേറെ ഒരു കുടുംബാന്തരീക്ഷത്തിലും ജോലി പൂർത്തിയാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ജോലി നേടാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. ടോട്ടലി ഡിപ്പെൻഡന്റ് ആണ് ഈ ഫാദറിനെ. അതായത് ഈ ഭാര്യയുടെ വീട്ടുകാരെ പൂർണ്ണമായിട്ട് ആശ്രയിച്ചുകൊണ്ടാണ് മൂത്ത ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് ജീവിക്കുന്നത്. ഇത് ആർക്കറിയാം? ഈ അനിയത്തിക്കറിയാം. അപ്പൊ വാപ്പ എന്റെ മുമ്പ് വെച്ച് ചോദിക്കുകയാണ്, മോളെ നീ ഇത് കണ്ടിട്ടില്ലേ, മനസ്സിലാക്കിയിട്ടില്ലേ? അപ്പോ ഇതൊന്നും അനിയത്തിയെ സംബന്ധിച്ചിടത്തോളം, പ്രൊഫഷണൽ കലാലയത്തിൽ പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏശുന്നില്ല. കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോയിന്റാണ്. കാരണം ഈ കുട്ടിയുടെ ശരീരത്തിൽ വർക്കൗട്ട് ചെയ്യുന്ന ഹോർമോൺസ് അവളുടെ ചിന്ത എന്ന മണ്ഡലത്തിന് മൂടി ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു തരം മൂടി. അപ്പോ ആ ഹൃദയത്തിലേക്ക് ഒന്നും പിന്നെ അങ്ങോട്ട് കയറില്ല. ഇതാണ് രക്ഷിതാവ് മനസ്സിലാക്കേണ്ടത്. അവ ഈ അടിച്ചത് കൊണ്ടോ ഉപദേശിച്ചത് കൊണ്ടോ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ അവരെ ഒരു റൂമിൽ ഒറ്റപ്പെടുത്തിയത് കൊണ്ടോ ഒന്നും മാറാൻ പോകുന്നില്ല. അപ്പോൾ സ്നേഹം കൊണ്ട് ചികിത്സിക്കുക എന്നുള്ളതാണ് ഒരു രക്ഷിതാവ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുട്ടി ആഗ്രഹിക്കുന്നതും അൺകണ്ടീഷണൽ ലവ് ആണ്. ഒരു ഉപാധിയുമില്ലാത്ത തുറന്ന സ്നേഹം നൽകുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള സൊല്യൂഷൻ. അത് നൽകുന്നതിൽ രക്ഷിതാക്കൾ പിശുക്ക് കാണിക്കുകയും ചെയ്യുന്നു. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ വിരോധാഭാസം. കാരണം ഇങ്ങനൊക്കെ ഈ രക്ഷിതാവിനെ മനസ്സിലാക്കാത്ത, അഭിമാനത്തിന് ക്ഷതം വരുത്തിയ, കുടുംബത്തിൽ പേരുദോഷം ഉണ്ടാക്കിയ ഈ കുട്ടി എങ്ങനെ ഉൾക്കൊള്ളുന്നാണ് രക്ഷിതാവിന്റെ ചിന്ത. എന്നാൽ കുട്ടി അപക്വമായിട്ടുള്ള അവളുടെ തീരുമാനം നടപ്പിലാക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും മുഖവിലക്കെടുക്കൂലല്ലോ. ഇതാണ് രക്ഷിതാവ് മനസ്സിലാക്കുക. നല്ല ബന്ധം സ്ഥാപിച്ച് സ്നേഹം നൽകാൻ സാധിക്കണം എന്നുള്ളതാണ്. നമ്മുടെ സ്നേഹമാണ്, രക്ഷിതാക്കളുടെ സ്നേഹമാണ് കുട്ടികൾക്കെല്ലാം ആവശ്യമുള്ളത് എന്നാണ്. രക്ഷിതാക്കളായ നമ്മളിൽ നിന്നും അത് കിട്ടാതിരിക്കുമ്പോഴാണ് മറ്റുള്ളവരിലേക്ക് നമ്മുടെ മക്കൾ എത്തിപ്പെടുന്നത് എന്നുള്ളതാണ്.
അപ്പോൾ ഇതുപോലെ അകപ്പെട്ട വിദ്യാർത്ഥികളാവട്ടെ വിദ്യാർത്ഥിനികളാവട്ടെ കുട്ടികളെ നമ്മൾ തിരിച്ചു കൊണ്ടുവരുവാൻ നേരത്തെ പറഞ്ഞ പോലെ ശകാര വർഷങ്ങൾ കൊണ്ടോ ആക്ഷേപങ്ങൾ കൊണ്ടോ കുറ്റപ്പെടുത്തലുകൾ കൊണ്ടോ സാധ്യമല്ല. അവിടെ അത് തിരിച്ചു പിടിക്കാനും നമ്മളെ മക്കളെ നമുക്ക് തിരിച്ചു കിട്ടാനും ഭാവിയിൽ നല്ല മേഖലയിലേക്കൊക്കെ അവരെത്തിച്ചേരാനും വേണ്ടൊരു കാര്യം അവരെ ചേർത്ത് പിടിക്കാനും ചേർത്ത് നിർത്താനും അതുപോലെ തന്നെ ഒരു നിബന്ധനകളുമില്ലാതെ സ്നേഹിക്കാനും രക്ഷിതാക്കളായി നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ രക്ഷിതാക്കളായി നമ്മൾ പിശുക്ക് കാണിക്കുന്നു എന്നാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെ അടുത്ത് ഇങ്ങനത്തെ ഒരു ഫാൾട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ അവരെ കാണുന്നത് സംശയത്തിൻ്റെ നിഴലോടെയും സംശയത്തിൻ്റെ കണ്ണോടെയും സ്വാഭാവികമാണ്, എന്തായാലും ആ രൂപത്തിലുണ്ടാവും. എന്നാലും കുട്ടികളെ സ്നേഹിക്കാനും ആ സ്നേഹം അവർക്ക് അനുഭവിക്കാനും സാധിക്കണം എന്നുള്ളതാണ്. അതുണ്ടായാൽ ഒരു പരിധിവരെ അതിലകപ്പെട്ട മക്കൾ തിരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുമെന്നുള്ളതാണ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം നമ്മളോട് പങ്കുവെച്ച കാര്യം. മൂന്നാമത്തെ പോയിന്റ് സാർ, ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രണ്ട് വ്യക്തി, ഇപ്പോൾ ലവർ ആൻഡ് ബിലവറ്റ്, അതായത് കാമുകനും കാമുകിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എല്ലാ സ്രോതസ്സും ഇന്നത്തെ കാലത്ത് ലഭ്യമാണ്. അപ്പോൾ ഒരു കലാലയത്തിൽ ഒരേ ക്ലാസ്മേറ്റ് ആയിട്ട് പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രോജക്റ്റ് വർക്കുകളുണ്ട്, ഹോം വർക്കുകളുണ്ട്, മറ്റേ അസൈൻമെന്റ്സ് ഉണ്ട്. ഇതൊക്കെ അവർ ആ ഒരു അഫെയറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഷെയർ ചെയ്തിട്ട് അവർ ഒന്നിച്ച് കണ്ട് ഒന്നിച്ച് സംസാരിച്ച് ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് ആ സംഗതി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഡിസ്കണക്റ്റഡ് ആവില്ല, ബ്രേക്ക് ഇല്ല. അപ്പൊ രക്ഷിതാവ് മനസ്സിലാക്കുന്നത് അവര് ഉപദേശം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അവരെ കൃത്യമായിട്ട് കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് ആ കൗൺസിലറുടെ ഈ കൗൺസിലിംഗ് കഴിഞ്ഞതോടുകൂടി ഇതൊക്കെ പൂർത്തീകരിച്ച് നിർത്തി. ഒരിക്കലും ആ സാഹചര്യം മാറാത്തത് കൊണ്ട് അതിൽ തിരിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആ കലാലയത്തിൽ തന്നെ ആ കുട്ടി പഠിക്കുകയാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയെ തന്നെ നിരന്തരം സമ്പർക്കം പുലർത്തുകയാണ്, അല്ലെങ്കിൽ ആ മെസ്സേജ് അവന് നിരന്തരം കിട്ടുകയാണ്, സ്വാഭാവികമായിട്ടും ആ കുട്ടി മാറാൻ പോകുന്നില്ല. അപ്പോൾ ഈ ബന്ധം നിലനിർത്താൻ പറ്റുന്ന സാഹചര്യം തടയുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നമ്മൾ രക്ഷിതാക്കളുമായിട്ട് സംസാരിക്കേണ്ടി വരും. ആ കുട്ടി അപക്വമായ ഇത്തരം ട്രാപ്പിലേക്ക് വരാനുള്ള കാരണം അത് നമ്മൾ മൂടി വെച്ചിട്ട് ഒരു കാര്യമില്ല. അത് അവരുടെ പേരൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ വ്യക്തിയുമായിട്ടും നേരെ ചൊവ്വേ സംസാരിക്കുക എന്നുള്ളതും ഇത് നടക്കാൻ പോകുന്നില്ല. തീർത്തും വ്യത്യസ്തമായ കുടുംബ പശ്ചാത്തലവും മത ജീവിതവും ഒക്കെ ഉള്ള ആളുകളായതുകൊണ്ട് ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. എന്നാ ഇത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ പോയാൽ എന്താ സംഭവിക്കുക? ഇത് നടത്തി തരും. ഞാനൊന്ന് മെനക്കെട്ടിട്ടുണ്ടെങ്കിൽ അത് നടത്തി തരും. അല്ലെങ്കിൽ കുടുംബത്തില് ഏതെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികളുടെ കേസിൽ മൂത്താപ്പ അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പെൺകുട്ടി മനസ്സിലാക്കുകയാണ് എന്റേതും ഇതുപോലെ നടത്തി തരും. അപ്പൊ ഇവിടെ പാരൻസ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായൊരു നിലപാട് നമുക്കുണ്ടാവണം. ഇസ്ലാം വിരോധിച്ച ഒരു കാര്യത്തെ ഹലാലാക്കി കൊടുക്കുന്ന ഒരവസ്ഥ ഒരിക്കലും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രണയങ്ങൾ, അത് ഇൻഫെക്ച്വേഷൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്, അന്ധമായിട്ടുള്ള പ്രണയമാണത്. അപ്പോൾ അതിലെന്തുണ്ടാവില്ല, കൃത്യമായിട്ടുള്ള വിവേചനാധികാരമൊന്നും കുട്ടികൾക്കുണ്ടാവില്ല. അതുകൊണ്ട് അത് നമ്മളങ്ങ് നടത്തി കൊടുക്കുക, അവർ വാശി കാണിക്കുന്നില്ലേ എന്നുള്ള രൂപത്തിൽ പാരൻസ് ഒരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ജനറേഷനെ തുടർന്ന് വരുന്ന ഒരുപാട് കുട്ടികൾക്ക് മിസ് ഗൈഡൻസ് കൊടുത്ത ഉത്തരവാദിത്തം കൂടി ഈ രക്ഷിതാക്കൾ ഏറ്റെടുക്കേണ്ടി വരും. അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പലപ്പോഴും രക്ഷിതാക്കൾ കുടുങ്ങി ഇനി ഇതിലൊരു രക്ഷയില്ല എന്ന് മനസ്സിലാക്കി ഹറാമായ ഒരു കാര്യത്തിന് കൂട്ടുനിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണെന്നൊക്കെ പറയും. അവിടെ നമ്മൾ മനസ്സിലാക്കുക അൽ ഹറാമു ബയ്യിൻ വൽ ഹലാലു ബയ്യിൻ എന്നുള്ളതാണ്. മതമാണ് നമ്മുടെ ഏതൊരു കാര്യത്തിനും മാനദണ്ഡമായി സ്വീകരിക്കേണ്ടത് എന്നാണ്. മതം നിശ്ചയിക്കാത്ത, മതം വിരോധിച്ച, തടഞ്ഞ ഒരു കാര്യത്തിലേക്ക് നമ്മുടെ മക്കൾ എത്തിച്ചേരുകയാണെങ്കിൽ അവിടെ ചില കാർക്കശ്യങ്ങൾ നമുക്ക് അനിവാര്യമായിട്ട് വേണ്ടി വരുമെന്നുള്ളത് കൂടിയാണ്. അപ്പം അതുകൊണ്ട് ഇത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നും, നീ ചെയ്യുന്നത് എനിക്കും അതുപോലെ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ മതത്തിനും നമ്മുടെ പരലോകമോക്ഷത്തിനും തടസ്സമാണ് എന്നുള്ളതും, ക്ഷണികമായ വളരെ കുറഞ്ഞ ജീവിതമാണ് അല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഈ ലോക ജീവിതത്തിനെ കാണിച്ചു തന്നത്, വരച്ച് കാണിച്ചു തന്നത്, തൻ്റെ അനുയായികൾക്ക് വിവരിച്ചു കൊടുത്തത്, തൻ്റെ ഒരു വിരൽ കടലിൽ മുക്കിയിട്ട് അതിൽ നിന്നും ഉയർന്ന് ആ വിരൽ പൊന്തിക്കുന്ന സമയത്തിൽ ഉറ്റി വീഴുന്ന 1-2 ഡ്രോപ്പുകൾ, ഇതാ ഈ കാണുന്ന 1-2 തുള്ളികളില്ലേ, ഇതാണ് പരലോകത്തിനെ അപേക്ഷിച്ച് ഈ ലോകം എന്നുള്ളതാണ്. പരലോകമോക്ഷം നശ്വരമായി ഒരിക്കലും നശിക്കാത്ത ആ പാരത്രിക ജീവിതത്തിനു വേണ്ടി ഇവിടെ ചില നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കേണ്ടതുണ്ട്. അതിൽപ്പെട്ട ഒന്നാണിത്. മാത്രവുമല്ല
ഒരു പക്വത എത്താത്ത, ഒരു മച്യൂരിറ്റി എത്താത്ത ഒരു സമയത്ത് വരുന്ന പ്രണയമല്ല യഥാർത്ഥമായ പ്രണയം. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു യഥാർത്ഥ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിലേക്കുണ്ടാവേണ്ടതും അത് പ്രകടിപ്പിക്കേണ്ട തൻ്റെ എണ്ണയോട് ഒരു ഹലാലായ മാർഗത്തിലൂടെ പ്രണയിപ്പിക്കാനും പ്രണയം നടിക്കാനും പ്രണയം നൽകാനും സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ, പ്രണയത്തിൽ ഒരു ട്രാപ്പിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ആ കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള ഒന്നാമത്തെ ഒരു കാര്യം ഇത് തന്നെയാണ്. അഥവാ കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക, ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല, യാതൊരു കാരണവശാലും ഇത് നടക്കില്ല, കാരണം നമുക്ക് നമ്മുടെ ദീനിന് അനുയോജിച്ചതല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കുക. അതോടൊപ്പം തന്നെ കുട്ടികളെ ചേർത്ത് നിർത്തി മാർഗനിർദ്ദേശങ്ങൾ നൽകുക, സാഹചര്യങ്ങളെ പിന്നീടും കണ്ടുമുട്ടാനുള്ള സാഹചര്യങ്ങൾ, അവസരങ്ങൾ അതില്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ സർ പലപ്പോഴും പ്രണയം പൂക്കുന്നതും അത് കായ്ക്കുന്നതും അതോടൊപ്പം തന്നെ വളർന്ന് പന്തലിക്കുന്നതൊക്കെ നേരിട്ട് കണ്ടിട്ടല്ല, പലപ്പോഴും ഓൺലൈനുകളിലൂടെയാണ്, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ വിവിധ ആപ്പുകളിലൂടെയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അതും അല്ലേ നേരിട്ട് കാണാനുള്ള സാഹചര്യങ്ങൾ നിർബന്ധമായും ഒഴിവാക്കണം, തീർത്തും അവഗണിക്കണം. ഈ സോഷ്യൽ മീഡിയ, ഫോണ്, ഇൻ്റർനെറ്റ് സംവിധാനങ്ങളെക്കുറിച്ചുള്ള അവയർനെസ്, അപ്ഡേഷന്, ടെക്നിക്കൽ നോളജ്, ഇതൊക്കെ പാരൻസിന് മിസ്സിംഗ് ആണ്. സോഷ്യൽ മീഡിയ അവയർനെസ് രക്ഷിതാക്കൾക്കില്ല, വളരെ കുറവാണ്. അപ്പോൾ ആ മേഖലയിൽ രക്ഷിതാവ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിഹാരം. കാരണം എൻ്റെ കുട്ടി ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ അത് ആർക്കൊക്കെയാണ് വിളിക്കുന്നത്, എന്തൊക്കെ കാണുന്നത്, എന്തിനെല്ലാമാണ് ഉപയോഗപ്പെടുത്തുന്നത് കൃത്യമായി മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആപ്പുകൾ ഇന്ന് ലഭ്യമാണ് അല്ലേ? നമ്മുടെ കുട്ടി പാരന്റിങ് കൺട്രോൾ ആപ്പുകൾ ഇന്ന് ലഭ്യമാണ്. അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള ശരിയായ ഒരു അവബോധം രക്ഷിതാവിനുണ്ടായി, ഉമ്മയും ഉപ്പയും അതിനെക്കുറിച്ച് അവബോധം ഉണ്ടാവുക എന്ന് മാത്രമല്ല കുട്ടികൾക്ക് ബോധ്യപ്പെടുക കൂടി വേണം. അതായത് ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ഉണ്ട് എന്ന് കുട്ടികൾ മനസ്സിലാക്കണം. എന്നാൽ പല രക്ഷിതാക്കളും ചെയ്യുന്ന ഒരു അബദ്ധം എന്താന്ന് വെച്ചാൽ മക്കളെ മുമ്പിൽ വെച്ചിട്ട് തന്നെ പറയും, എനിക്ക് ഇതിന്റെ ABCD ഒന്നും അറിയില്ല, ഞാനൊന്നും നോക്കാറില്ല, എനിക്ക് ജസ്റ്റ് അതൊരു ഫോൺ ചെയ്യുന്നത് മാത്രമേ അറിയുള്ളൂ. ഇതൊക്കെ കുട്ടികൾക്ക് അറിയാം. അതുകൊണ്ട് ഇനി അറിവില്ല എങ്കിൽ പോലും നമ്മുടെ അറിവുകേട് മുഴുവൻ മക്കളോട് വിളമ്പേണ്ടതില്ല. എന്നിട്ട് അറിവുള്ളവരിൽ നിന്ന് ഇത്തരം അറിവ് സ്വാംശീകരിക്കാനും പഠിക്കാനും അത് പ്രാക്ടിക്കൽ ലൈഫിൽ അപ്ലൈ ചെയ്യാനും രക്ഷിതാവ് ശ്രദ്ധിക്കണം. മറ്റൊന്ന് ഹെൽത്തി റിലേഷൻഷിപ്പ്, ആരോഗ്യപരമായ ബന്ധം. എന്താണ് ബന്ധം? ആരുമായിട്ടാണ് ബന്ധം സ്ഥാപിക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് എന്താണ്? അള്ളാഹുമായിട്ടുള്ള ആ ഒരു ബന്ധമാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറ. അപ്പൊ അള്ളാഹിനോടുള്ള ആ ഒരു ബന്ധത്തിന്റെ അടിത്തറ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്ന ജീവിതം മുഴുക്കെയാണ് എന്ന് കുട്ടികളെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഹെൽത്തി റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചുള്ള ശരിയായ ഒരു അവബോധം പലപ്പോഴും രക്ഷിതാക്കൾ കൊടുക്കുന്നില്ല. കാരണം നമ്മൾ മനസ്സിലാക്കണം എന്താ, അതൊക്കെ അവർക്ക് അറിയില്ലേ, അതൊക്കെ അവർ പഠിക്കുന്നതല്ലേ. ഈവൻ ഒരു സ്കൂളിലോ കോളേജിലോ പറഞ്ഞയക്കുന്ന കുട്ടികളെ ജസ്റ്റ് നിങ്ങളൊന്ന് ചോദിക്കുക, എന്തിനാണ് നീ പഠിക്കുന്നത്, പഠിക്കുന്നതിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്, നീ പഠിച്ച ആരാവാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മളൊക്കെ ഇത്തരത്തിലുള്ള ക്യാമ്പുകളൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. പല കുട്ടികളും കൃത്യമായ ധാരണയില്ലാതെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ രക്ഷിതാക്കളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് കുട്ടി പഠിക്കുമ്പോൾ എന്തിനാണ് കലാലയത്തിൽ പോകുന്നത്, എന്തിനാണ് സമയം ചിലവഴിക്കുന്നത്, ഈ സ്ഥാപനത്തിൽ നിന്ന് എന്തൊക്കെയാണ് കുട്ടി നേടേണ്ടത്. ആ ഒരു വിഷൻ, ആ ഒരു കാഴ്ചപ്പാട് രക്ഷിതാവിനില്ല എങ്കിൽ കുട്ടിക്ക് എങ്ങനെ ഉണ്ടാവുക? അപ്പോൾ അത് നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി, ഒരു ഉൽപ്പന്നം വാങ്ങാൻ വേണ്ടി ഒരു ബസാറിൽ പോകുമ്പോൾ ആ മാർക്കറ്റിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ടാകും. നമ്മൾക്ക് കൃത്യമായ ലക്ഷ്യമില്ല എങ്കിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിയിട്ടാണ് നമ്മൾ പോരുക അല്ലേ? ഇതുകൊണ്ട് കുട്ടികളെ ഗൈഡ് ചെയ്യേണ്ട ഏറ്റവും ഭാരിച്ച ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കുണ്ട്. കുട്ടിയെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവിടെ ലഹരി വിപണനമുണ്ട്, അവിടെ പ്രണയങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളെ ധാർമ്മികമായി നശിപ്പിക്കാൻ പറ്റുന്ന എല്ലാ വാതായനങ്ങളും തുറക്കപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു അവബോധം രക്ഷിതാവിനുണ്ടാവുക. 2, ഇത്തരം കെണികളിൽ നീ പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് എന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. കുട്ടി സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും തിരിച്ചു വരുമ്പോൾ കുട്ടി അത്തരം ബന്ധങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം രക്ഷിതാവിനുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ആരോഗ്യപരമായ ബന്ധത്തിന്റെ അടിത്തറ എന്ത്, അത് ഉണ്ടാക്കുന്ന സന്തോഷം എന്ത്. ഈ മാതാപിതാക്കളെയും കുടുംബത്തെയും എല്ലാവരെയും പിണക്കിക്കൊണ്ട്
ഏതോ ഒരു വ്യക്തിയുടെ കൂടെ ഒളിച്ചോടുമ്പോൾ അല്ലെങ്കിൽ പ്രണയം നടിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പരാജയങ്ങൾ, നഷ്ടങ്ങൾ, അത് എണ്ണി ആ പ്രണയത്തിൽ അകപ്പെടുന്നതിന് മുമ്പ് തന്നെ മാറോട് ചേർത്ത് കുട്ടികൾക്ക് ഏറ്റവും നല്ല ഉപദേശങ്ങൾ കൊടുക്കാൻ രക്ഷിതാക്കൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ മാറ്റമുണ്ടാവും. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു സിലബസ് ആയിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നിരന്തരം പറഞ്ഞെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് ആ ബോധം ഉണ്ടാവുള്ളൂ. കാരണം കുട്ടികളെ ട്രാപ്പ് ചെയ്യാനുള്ള കെണികൾ അത്രമാത്രം ഗൂഢമായിട്ടുള്ള കെണികൾ ഇന്ന് ഇവിടെ ഉണ്ട്. ആ ഒരു ബോധം രക്ഷിതാവിന് വേണം. ഇന്ന് എന്താ സംഭവിക്കുന്നത്? രക്ഷിതാക്കള് കുട്ടികളെ കോളേജിൽ കൊണ്ടുപോയി ചേർത്തും പിന്നെ TC വാങ്ങുന്ന ദിവസമാണ് വരുന്നത്. ഇപ്പോൾ ഒരു വനിതാ കോളേജിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. എനിക്കറിയാം വനിതാ കോളേജിൽ വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പോലും സ്വതന്ത്രമായിട്ട് ഏറ്റവും മൂല്യമുള്ള, വിലപിടിപ്പുള്ള, നമ്മൾ പോലും ഉപയോഗിക്കാത്ത വലിയ ഫോണുകളാണ് കുട്ടികൾ ഉപയോഗിക്കുന്നത്. ഇതാരാ വാങ്ങിക്കൊടുക്കുന്നത്? രക്ഷിതാക്കളാണ്. എന്നിട്ട് കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ അതെങ്ങനെ കൺട്രോൾ ചെയ്യും? കാരണം ക്ലാസ് റൂമുകളിൽ പോലും കുട്ടികൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിയമങ്ങൾ നിർമ്മിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം കുട്ടികൾ അത് ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ ഏറ്റവും വലിയ നമ്പർ 1 പ്രതികൾ രക്ഷിതാക്കളാണ്. നമ്മുടെ കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഫോൺ വേണം എന്ന് പറയുമ്പോഴേക്ക് വലിയ വിലയുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ഫോണ് കുട്ടികൾക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കും. എന്നിട്ട് ആ കുട്ടി ആ ഫോൺ ഉപയോഗിച്ചിട്ട് എന്തൊക്കെ കാണുന്നു, ആരോടൊക്കെ ചാറ്റ് ചെയ്യുന്നു, എന്തൊക്കെ സെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ കുട്ടികളെ സാധാരണ പല കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇന്ന് ആനുകാലികമായ കുറേ വിഷയങ്ങൾ അല്ലേ, നമ്മളെ കുട്ടികൾക്ക് അപ്ഡേഷൻ ഉണ്ടാവണ്ടേ, അത്തരം കാര്യങ്ങളൊക്കെ കുട്ടികളോടൊന്ന് ചോദിച്ചു നോക്കൂ, കുട്ടികൾക്ക് ഒരു വിവരമില്ല. എന്നാൽ ഈ സ്റ്റാറ്റസ് വെക്കുന്ന അറിയാം, റീൽസിനെ കുറിച്ച് അറിയാം, സ്റ്റോറി ഇടുന്ന അറിയാം, ഇൻസ്റ്റാഗ്രാമിലുള്ള നൂതനമായ ട്രെൻഡുകളെ കുറിച്ച് അറിയാം. ഇത്തരം ഉപകാരമില്ലാത്ത കാര്യങ്ങളിൽ വ്യാപൃതരാവാനാണ് പലപ്പോഴും പെൺകുട്ടികളും ആൺകുട്ടികളും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ വാങ്ങിക്കൊടുക്കുമ്പോൾ, ഇത്തരം ഗാഡ്ഗറ്റ്സ് ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുമ്പോൾ അതിനെ സംബന്ധിച്ചുള്ള യൂസും മിസ്യൂസും നമ്മൾ പറഞ്ഞു കൊടുക്കണം. യൂസ് ചെയ്യാനുള്ള സാധ്യതകൾ എന്തൊക്കെ ഉണ്ട് എന്ന് കൃത്യമായ ഒരു പ്ലാനിങ് രക്ഷിതാവിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രണയം പോലെയുള്ള കെണികളിൽ നിന്ന് നമ്മുടെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ സാധിക്കും. അള്ളാഹുവുമായിട്ടുള്ള ബന്ധം അത് എങ്ങനെയാണ് എന്ന് നമ്മൾ അറിയുന്നതോടൊപ്പം തന്നെ നമ്മുടെ മക്കളെയും നമ്മൾ ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ബോധം ഇതുപോലുള്ള തിന്മകളിലേക്ക് എത്താതിരിക്കാൻ കുട്ടികൾക്ക് നിമിത്തമാവും, കാരണമാവും എന്നുള്ളത്. അതോടൊപ്പം തന്നെ പഠിക്കാൻ വേണ്ടിയും മറ്റ് സംവിധാനങ്ങൾക്കും വേണ്ടി നാം ഒരുക്കി കൊടുക്കുന്ന ഫോണടക്കമുള്ള സംവിധാനങ്ങൾ, നൂതനമായ സംവിധാനങ്ങൾ, പലപ്പോഴും നമ്മൾ അതിൽ അജ്ഞരാണ്, നിരക്ഷരരാണ്. ഏതൊക്കെ ആപ്പുകളാണ് ഉപയോഗിക്കുന്നത് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പലപ്പോഴും നമുക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ചില അറിവുകൾ നമുക്കില്ല എന്നതുള്ളത് നമ്മുടെ മക്കൾ ദുരുപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നതാണ് ഇന്നത്തെ ഒരു വലിയ പ്രശ്നം. അവിടെ അത് തിരിച്ചറിയാനും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളിൽ ഒരു അപ്ഡേഷൻ വരുത്താനും, നമ്മളെ കുട്ടികൾ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അതിൽ വരുന്ന ഗുണങ്ങൾ ഇന്നതൊക്കെയാണ്, ദോഷങ്ങൾ ഇന്നതൊക്കെയാണ്, അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ഒന്ന് ചേർക്കാനുള്ളത്, അവരെ പ്രോത്സാഹിപ്പിക്കേണ്ട കുറേ രംഗങ്ങളുണ്ട്. ആ പ്രോത്സാഹിപ്പിക്കേണ്ട രംഗങ്ങളിൽ ഇടപെട്ട് കൃത്യമായിട്ട് ആ ഒരു പ്രോത്സാഹനം കൊടുക്കാൻ നമ്മൾ മറന്നു പോകുന്നു. അതായത് കുട്ടികൾ ചെയ്യുന്ന നെഗറ്റീവ്സ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നു. നേരെ മറിച്ച് ആ പ്രായത്തിൽ കുട്ടികൾ നേരത്തെ എഴുന്നേൽക്കുന്നു, പഠിക്കുന്നു, അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നു. ഇതൊക്കെ അവർ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ അത്തരം നല്ല കാര്യങ്ങൾ ആ മക്കൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് ആവശ്യമായ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഇൻസെന്റീവ്സ്, സമ്മാനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ വാഗ്ദത്തം ചെയ്യുന്ന യാത്രകൾ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റ് ഓഫേഴ്സ് ഉണ്ടാവും. അത് ഓഫറായിട്ടെന്നും നിലനിൽക്കും, അത് വാങ്ങിക്കൊടുക്കൂല. ഇതൊക്കെ കുട്ടികളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു രക്ഷിതാവ് പ്രണയം എന്നുള്ളത് ഒരൊറ്റ ദിവസം കൊണ്ട് ഉണ്ടാവുന്ന ഒരു സംഗതിയല്ല. കുട്ടിയുടെ ജീവിതത്തിൽ ഒരുപാട് നിരാശ രൂപീകരിക്കപ്പെടുമ്പോൾ അതിന്റെ ഒരു പരിഹാരമായിട്ടും പ്രതികാരമായിട്ടും, പരിഹാരമായും പ്രതികാരമായും, കാരണം എൻ്റെ ഉമ്മനും ഉപ്പനെയും ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ള അർത്ഥത്തിലും ചിലപ്പോൾ എന്ത് ചെയ്യും, അത്തരത്തിലുള്ള ഈ ഗാങ്ങിലേക്ക് കുട്ടികൾ പോകുന്നുണ്ട്. ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി അതോടൊപ്പം തന്നെ ഒരു പരിഹാര മാർഗമായിട്ടാണ് പലപ്പോഴും പ്രണയത്തിനെ കുട്ടികൾ കാണുന്നതും അതിലകപ്പെടുന്നതും എന്നുള്ളത്. ഒന്നുകിൽ രക്ഷിതാക്കളോട് എന്തെങ്കിലും ഒരു പ്രതികാര ബുദ്ധിയോട് കൂടിയിട്ട്, അതല്ലെങ്കിൽ അവർക്ക് ഈ സ്നേഹം വീട്ടിൽ നിന്നും ലഭിക്കാത്തത് കൊണ്ട് ഒരു പരിഹാരമായിട്ടും എത്തിച്ചേരാറുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ അവിടെ നമ്മൾ രക്ഷിതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, കുട്ടികൾ ചെയ്യുന്ന ചെറിയതാണെങ്കിൽ പോലുമുള്ള നന്മകൾ കണ്ടെത്താനും ആ നന്മകൾക്ക് പ്രോത്സാഹനങ്ങളും സമ്മാനങ്ങളും നൽകാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ പ്രണയത്തിലേക്ക് എത്തുകയില്ല എന്ന് മാത്രമല്ല, അതിലകപ്പെട്ട കുട്ടികളുണ്ടെങ്കിൽ അതിൽ നിന്നും തിരിച്ച് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ മൊബൈൽ ഫോണുകളും കാര്യങ്ങളും ഉപയോഗിക്കുമ്പോൾ അതിൽ നല്ല കാര്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരിച്ചു കൊടുക്കാം, ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതിൻ്റെ ദുരുപയോഗത്തിനെക്കുറിച്ചും അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചും അതുണ്ടാക്കുന്ന കുടുംബത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ കുട്ടികൾ എന്ത് ചെയ്യുക, നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അത് ചെയ്തു കഴിഞ്ഞാലും പ്രണയത്തിൽ അകപ്പെട്ട് കഴിഞ്ഞ കുട്ടികൾ അതിൽ നിന്നും തിരിച്ചു വരാനും നമ്മോടൊപ്പം നിൽക്കാനും ഇടയാവുമെന്നുള്ളതാണ്. അതോടൊപ്പം ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് പ്രണയത്തിൽ അകപ്പെടുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ പറഞ്ഞു. അതിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പലപ്പോഴും കുട്ടികൾ പ്രയാസം അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ തിരിച്ചു വരാൻ അവരുടെ മനസ്സ് മടിക്കാനുള്ളൊരു കാര്യം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ ഷെയർ ചെയ്ത ചില ഫോട്ടോകളും വീഡിയോകളുമാണ്. അത് വെച്ചിട്ടാണ് പലപ്പോഴും ഈ കാമുകന്മാർ ഇവരെ ഭീഷണിപ്പെടുത്തുകയും അല്ലെങ്കിൽ ഇവരെ കൂടെ നിർത്തുകയും ചെയ്യുന്നുള്ളത്. അപ്പം ഇങ്ങനെ ഈ ഫോട്ടോസ് വീഡിയോസൊക്കെ അയച്ചു കൊടുത്ത കുട്ടികളെ സംബന്ധിച്ച് പിന്നീട് വളരെയധികം മാനസിക സംഘർഷം അനുഭവിക്കുന്നു. അത് രക്ഷിതാക്കളോട് തുറന്നു പറയുമ്പോൾ ആ രക്ഷിതാക്കൾ അതിനേക്കാൾ ഉപരി പ്രയാസം അനുഭവിക്കുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഇവിടെ സോഷ്യൽ മീഡിയ സംവിധാനത്തെ സംബന്ധിച്ചുള്ള ശരിയായ അവബോധമില്ലായ്മയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതെ, ഇന്ന് പലരും മനസ്സിലാക്കുന്ന വീഡിയോ കോളൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പെൺകുട്ടികളും ഉമ്മമാരൊക്കെ തലയിൽ മര്യാദക്കുള്ള ഒരു തട്ടം പോലും ഇല്ലാതെ അതെൻ്റെ മകളാണ് ഗൾഫിൽ നിന്ന് വിളിക്കുകയാണ്, അതുപോലെ ഇതെൻ്റെ സിസ്റ്ററാണ് ഇന്നോടത്തുനിന്ന് വിളിക്കുകയാണ്, ഞാനതൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല. എന്നാൽ ഈ സോഷ്യൽ മീഡിയ സംവിധാനത്തിൽ കൂടി വീഡിയോ കോളിൽ കൂടി നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ ഒരു സ്വകാര്യതയില്ല എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഗൾഫിൽ നിന്ന് ഭർത്താവ് വിളിക്കുമ്പോൾ ഭാര്യ അവരുടെ വൈകാരികത പൂർത്തീകരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഈ വീഡിയോ കോളിൽ കൂടി ചെയ്യുന്ന സമയത്ത് ഇത് ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള പ്രാഥമിക വിജ്ഞാനം പോലും നമ്മുടെ കുടുംബിനികൾക്കില്ല. അതായത് സ്വകാര്യത എന്നുള്ള ഒരു ചാപ്റ്റർ തന്നെ അതിലില്ല, സോഷ്യൽ മീഡിയയിലില്ല. അത് റെക്കോർഡഡ് ആണ്. അതുപോലെ ഇത് ആർക്ക് വേണമെങ്കിലും ഹാക്ക് ചെയ്യാനും അതുപോലെ വിൽപ്പന നടത്താനും ബാർഗെയിൻ ചെയ്യാനും എക്സ്പ്ലോയിറ്റ് ചെയ്യാനും എല്ലാറ്റിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ആളുകൾ പോലും ഇത്തരം ചതിക്കുഴികളിൽ പെട്ടുപോകുന്നുണ്ട്, വലിയ ചതിക്കുഴികളിൽ പെടുന്നുണ്ട്. നമുക്കറിയാലോ, വീഡിയോ കോളുകൾ വരുന്നു, എന്നിട്ട് അവരെന്താണ് നഗ്നമായിട്ടുള്ള അവരുടെ ബോഡി കാണിച്ചു കൊടുക്കുന്നു. ഇതേ സമയത്ത് ഇയാൾ ഇവിടെ ക്യാമറ ഓൺ ചെയ്യുമ്പോൾ ഇത് രണ്ടും ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഇയാളെ ഈ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ, അതായത് അയാളിൽ നിന്ന് പണം ബ്ലാക്ക്മെയിൽ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ആളുകൾ പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവരൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ നിങ്ങളുടെ നഗ്നമായിട്ടുള്ള ചിത്രം എൻ്റെ കയ്യിലുണ്ട്, ഇവര് അത് വെച്ചുകൊണ്ട് ബ്ലാക്ക്മെയിൽ ചെയ്യാണ്. നമ്മുടെ പെൺകുട്ടികളും ഇത്തരത്തിലുള്ള കാമുകന്മാരുടെ ട്രാപ്പിൽ അകപ്പെട്ടുകൊണ്ട് അവര് ഒരു പ്രത്യേക സമയത്ത്, കാരണം അവര് വിളിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ പലപ്പോഴും പാതിരക്കാണ്. പാതിര സമയത്ത് ഇത്തരം വിളികൾ വരുമ്പോൾ ഇവരുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരുപാട് ഹോർമോൺസ് ഉണ്ട്. ആ ഹോർമോൺ അവരിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഘട്ടം ഘട്ടമായിട്ട് ആ ഒരു ചാനലിലേക്ക് അവരെത്തുക. എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തീവ്രമായ ഒരു വൈകാരിക രതിമൂർച്ചയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കും. അപ്പോൾ തൻ്റെ കാമുകൻ തന്നോട് എന്താവശ്യപ്പെട്ടാലും അത് പൂർത്തീകരിച്ചു കൊടുക്കാൻ അവർ നിന്നു കൊടുക്കും. ആ നിന്നു കൊടുക്കുന്ന രംഗം അവർ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ടാവും. അത് വെച്ചുകൊണ്ടാണ് ബ്ലാക്ക് മെയിലിങ്. ഇത്തരം ബേസിക്സ്, അടിസ്ഥാനപരമായ വസ്തുതകൾ നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികൾക്ക് ലൈവായി നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് പരിഹാരം. പണ്ട് കാലത്ത് സെക്സിനെ സംബന്ധിച്ച്, ലൈംഗികതയെ സംബന്ധിച്ച് കൃത്യമായ അറിവില്ല. അതൊരു സോഷ്യൽ ടാബുവായിട്ട് ഒട്ടും ഡിസ്കസ് ചെയ്യപ്പെടാത്ത ഒരു കാര്യമായിട്ടാണ് സമൂഹം കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ചെറിയ കുഞ്ഞുങ്ങൾ പോലും, കുട്ടികൾ പോലും കാണാവുന്ന രൂപത്തിൽ ഷോർട്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വൃത്തികെട്ട ഇത്തരം ചിത്രങ്ങൾ സുലഭമായി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന കുട്ടികൾ അതിലേക്ക് പാളി നോക്കിയിട്ടില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ. അതുകൊണ്ട് നമ്മൾ കൃത്യമായ ജാഗ്രത പുലർത്തുക എന്നുള്ളത് മാത്രമാണ് പരിഹാരം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം വിഷലിപ്തമായ ടോക്സിക് ആയിട്ടുള്ള സമീപനങ്ങൾ
പ്രതീക്ഷിക്കാവുന്ന സാഹചര്യങ്ങൾ സമൂഹത്തിലുണ്ട് എന്ന് കൃത്യമായി രക്ഷിതാക്കൾ മക്കളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. മൂന്നാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. കാരണം ഇരുതല മൂർച്ചയുള്ള ഒരു വാള് പോലെ അല്ലെങ്കിൽ ആയുധം പോലെയാണ് സോഷ്യൽ മീഡിയ അല്ലേ. മൊബൈൽ ഫോണൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലിക്കൊണ്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം അത്രമാത്രം വൃത്തികെട്ട കാര്യങ്ങളാണ് ഉപകാരപ്രദമായ കാര്യങ്ങൾ ഉള്ളതുപോലെ തന്നെ അതിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ബോധം രക്ഷിതാക്കൾക്കുണ്ടാവണം. അത് മക്കളെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികൾക്ക് അത് ബോധ്യമാവും. ഈ ബോധ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയോട് കൂടിയാണ് ബോധ്യപ്പെടുത്തേണ്ടത്. ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ബോധ്യപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത്. അത് എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയുടെ കാര്യത്തിനെ കുറിച്ച് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു കാര്യമാണെങ്കിലും അതിലൊരു സുരക്ഷയുമില്ല എന്നതാണ്. നമ്മുടെ ഫോണിൽ ചെയ്യുന്ന ഏതൊരു കാര്യമാണെങ്കിലും കോൾ ചെയ്യുന്നത് പോലും, ഒന്ന് വിളിക്കുന്നത് പോലും, ഒന്ന് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് പോലും റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ എത്ര ഡിലീറ്റ് ചെയ്താലും അത് വീണ്ടെടുക്കാനും തിരിച്ചെടുക്കാനും വീണ്ടും അത് ഉപയോഗപ്പെടുത്താനുമുള്ള സാങ്കേതിക വിദ്യകൾ സാധാ കുട്ടികൾക്ക് പോലും ലഭ്യമായ ഒരു കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന ഗുണങ്ങളെക്കുറിച്ചും അതുകൊണ്ടുണ്ടാവുന്ന ദോഷങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഈ കാര്യത്തിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടാവണം നമ്മുടെ മക്കൾക്ക് ഫോണായാലും മറ്റു സംവിധാനങ്ങളായാലും നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഏത് പ്ലാറ്റ്ഫോമുകളാണെങ്കിലും അത് കണ്ടാൽ അത് ഓൺലൈനിൽ ആ ഒരു സമയത്താണെങ്കിൽ പോലും വീണ്ടും അത് ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തിയിട്ട് അതിൽ നിന്നും അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കണം. ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ, ബോധ്യപ്പെടുത്തേണ്ടത് ആക്രോശങ്ങൾ കൊണ്ടോ കുറ്റപ്പെടുത്തിയിട്ടല്ല, മറിച്ച് സ്നേഹത്തോട് കൂടിയിട്ടാവണം. നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത് എൻ്റെ മനസ്സറിഞ്ഞുകൊണ്ടാണ് അല്ലേ, മനസ്സിൽ നിന്നും മനസ്സിലേക്ക് പകർന്നു നൽകുന്ന ഹാർട്ട് ടു ഹാർട്ട് എന്ന് പറയുന്ന ആ ഒരു രൂപത്തിലേക്ക് നമ്മുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിച്ചാൽ പ്രണയത്തിലകപ്പെട്ട മക്കളുണ്ടെങ്കിൽ അതിൽ നിന്ന് തിരിച്ചു പോരാനും ഇനി ഒരിക്കലും ഈ ഒരു കെണിയിലേക്ക് അകപ്പെടാതിരിക്കാനും നമ്മുടെ മക്കൾക്ക് സാധിക്കുമെന്നുള്ള അല്ലാഹു ആ രൂപത്തിൽ നിലനിർത്തട്ടെ. പിന്നെ ഈ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആക്ഷൻ പ്ലാന് രക്ഷിതാക്കൾക്ക് വേണം. അതായത് ഈ കുട്ടി സ്കൂളിൽ പോകുമ്പോൾ അവരുടെ സമയം അല്ലേ, ആ സമയം 24 മണിക്കൂറിൽ എത്ര മണിക്കൂറാണ് ഉറങ്ങുന്നത്, എത്ര മണിക്കൂറാണ് ഭക്ഷണത്തിന്, കുളിക്കാന്, മറ്റ് പ്രാഥമിക കാര്യങ്ങൾക്ക്, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ കുട്ടി അവരുടെ സമയം ക്രമീകരിക്കുന്നത്. ടൈം മാനേജ്മെന്റ് അത് ഇഷ്ടം പോലെ സമയം നമ്മൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് വേണ്ടാത്ത കാര്യങ്ങൾ സെർച്ച് ചെയ്യാനും അത്തരം ബന്ധങ്ങളിൽ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ കൃത്യമായി എൻഗേജ്ഡ് ആവുക. ആ എൻഗേജ്ഡ് ആക്കേണ്ടത് രക്ഷിതാക്കളാണ്. ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം, ഈ സ്നേഹക്കൂട് എന്ന ഈ പ്രോഗ്രാമിൻ്റെ ടെലികാസ്റ്റിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 40 മിനിറ്റ് നമ്മൾ എൻഗേജ്ഡ് ആണ്. ഈ സമയത്ത് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കാനോ സംസാരിക്കാനോ പറ്റില്ല. ഇതുപോലെ കുട്ടികളുടെ ജീവിതം നമ്മൾ കൃത്യമായി ആസൂത്രണം ചെയ്യുകയും അത് കുട്ടികൾക്ക് തന്നെ ഗുണപ്രദമാണ് എന്ന് അവർക്ക് ഫീൽ ചെയ്യണം, അല്ലാതെ നിർബന്ധിച്ചുകൊണ്ടല്ല. അപ്പോൾ ഈ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി ഏത് റൂട്ടിൽ നീങ്ങണം എന്ന് കൃത്യമായ ഒരു പ്ലാനിങ് വേണം. ആ പ്ലാനിങ്ങോട് കൂടി നമ്മൾ അവരുടെ പിന്നാലെ ഉണ്ടെങ്കിൽ ഒരിക്കലും കുട്ടി മിസ്ഗൈഡഡ് ആവില്ല. അതുപോലെ ഏതൊരു രംഗത്തും തെറ്റുകൾ സംഭവിക്കുമ്പോൾ അവിടെ തിരുത്തി കൊടുക്കാനും അവിടെ ഒരു സ്നേഹത്തോടു കൂടി തിരുത്താനും പറ്റണം അല്ലെ. കുറ്റപ്പെടുത്തുക എന്നുള്ളതിന് ഒരു പരിഹാരമേ അല്ല. തെറ്റുകൾ വരട്ടെ, വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇനി തെറ്റ് വന്നുപോയി അല്ലെങ്കിൽ പ്രണയത്തിൽ അകപ്പെട്ടു പോയി, പിന്നെ സംശയത്തോടു കൂടി കുട്ടിയെ കാണുന്ന സാഹചര്യം പല രക്ഷിതാക്കൾക്കുണ്ട്. ഈ ഉമ്മമാരൊക്കെ തന്നെ ഏതെങ്കിലും ഒരു പെൺകുട്ടി അത്തരം ട്രാപ്പിൽ അകപ്പെട്ട് അതിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങിയിട്ടുണ്ടാവും. കുട്ടിക്ക് ബോധ്യമായിട്ടുണ്ട് ഞാൻ അതിൽ ചെയ്യാൻ പാടില്ല, എനിക്ക് വന്നൊരു തെറ്റാണ്. കുട്ടി അതിൽ നിന്ന് തൗബ ചെയ്തു, മാറിയിട്ടുണ്ട്. എന്നാൽ ഈ ഉമ്മ ഇടക്കിടക്ക് പുട്ടിൽ തേങ്ങടുന്ന മാതിരി ഇതേ സംഗതി തന്നെ റിപ്പീറ്റ് ചെയ്യും. ചില പെൺകുട്ടികൾ കൗൺസിലിങ്ങിന് വരുമ്പോൾ പറയുന്ന കാര്യമാണ്, ഞാൻ ഉമ്മൻ്റെ ഈ വാക്ക് കേട്ടിട്ട് വീണ്ടും അത് തുടങ്ങി അല്ലേ. അപ്പോൾ പിശാച് അവിടെ ഉണ്ട് എന്നുള്ള അതാണ് നമ്മൾ ആദ്യം റിയലൈസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ആ സാഹചര്യം കൂടി നമ്മൾ നന്നാക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നല്ലതായ കാര്യങ്ങൾ, നല്ല ക്ലാസ്സുകളാവട്ടെ, നല്ല ഉപദേശങ്ങളാവട്ടെ, നല്ല പുസ്തകങ്ങളാവട്ടെ, നല്ല വ്യക്തികളുമായിട്ടുള്ള സമ്പർക്കം, നല്ല ഫ്രണ്ട്ഷിപ്പ്,
അല്ലെ, ഫ്രണ്ട്ഷിപ്പിന് വലിയ റോളുണ്ട്. അതായത് നമ്മുടെ കുട്ടിയെ സ്വാധീനിക്കാൻ പറ്റുന്ന നല്ല ഫ്രണ്ട്സിനെ നമ്മൾ കണ്ടെത്തി നമ്മൾക്ക് പറയേണ്ട കാര്യങ്ങൾ അവരിൽ കൂടി പറയാൻ സാധിക്കുക. കാരണം ഈ പ്രായത്തിലുള്ള കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക അവരുടെ പിയർ ഗ്രൂപ്പാണ്, അവരുടെ പ്രായത്തിലുള്ള സ്നേഹിതന്മാരാണ്. അപ്പോൾ ആ സ്നേഹിതന്മാരൊരു കാര്യം പറയുമ്പോൾ ഒരിക്കലും അവർ തള്ളില്ല, നേരെ മറിച്ച് നമ്മോട് അവർക്കൊരു ഗ്രഡ്ജ് ഉണ്ടാവും താനും. അതുകൊണ്ട് ആ ഒരു ഇമോഷണൽ റാപ്പോ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി, വൈകാരിക ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ആ ചുമതല നമ്മൾ ഏൽപ്പിക്കേണ്ടത് ഫ്രണ്ട്സിനെയാണ്. അപ്പോൾ ആ ഫ്രണ്ട്സ് ആരൊക്കെ എന്നുള്ളത് രക്ഷിതാവ് അറിയണം. പല രക്ഷിതാക്കളുടെയും പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളുടെ ഫ്രണ്ട്സ് ആരാണ്, ആർക്കാണ് അവർ വിളിക്കുന്നത്, ആരുടെ കൂടെയാണ് യാത്ര പോകുന്നത്, എപ്പോഴാണ് സ്ഥാപനത്തിൽ നിന്ന് വരുന്നത്, എപ്പോഴാണ് സ്ഥാപനം ഹോളിഡേ ഡിക്ലെയർ ചെയ്യുന്നത്, ഇതൊന്നും രക്ഷിതാക്കൾക്ക് അറിയില്ല. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഒരുപാട് ചാൻസുകളുണ്ട് അല്ലേ. എനിക്കിന്ന് ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ക്ലാസ് ഇല്ലാത്ത ദിവസം കുട്ടി കലാലയത്തിലേക്ക് പോവാണ്, ആ സമയം പ്ലാൻ ചെയ്യാണ്, എൻ്റെ കാമുകന്റെ കൂടെ ഒന്ന് എനിക്ക് ഊട്ടി പോകണം, ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ തിരിച്ചു വരണം. അവർ പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് അവർ പോകും. ഇത് കണ്ടെത്താൻ പോലും രക്ഷിതാക്കൾക്ക് സാധിക്കില്ല. പ്രത്യേകിച്ച് ഹോസ്റ്റൽ ലൈഫ് നയിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് സാറ്റർഡേ പോലെയുള്ള ഹോളിഡേയ്സ് വരുമ്പോൾ അവർ നേരത്തെ പ്ലാൻ ചെയ്യുന്നു, എന്നിട്ട് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ അവർ കണ്ടെത്തി അവിടെ ലോഡ്ജ് എടുത്തിട്ട് അവർ കൂടെയാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ താമസിക്കുന്നതിനും ഒരു വിലക്കുകളുമില്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും സെക്സ്വൽ ഇന്റർകോഴ്സ് പോലും അവിടെ സംഭവിക്കുന്നു. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിയെ അതിൽ നിന്ന് പിൻവലിക്കുക എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല. ഇതാണ് രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വളരെ വിലപ്പെട്ട ഒരുപാട് നിർദ്ദേശങ്ങളാണ് ഇവിടെ വെച്ചത്. അതിൽ ടൈം മാനേജ്മെൻറ്റ്, എൻഗേജ് ചെയ്യുക, നമ്മുടെ കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ, ഗുണപരമായ കാര്യങ്ങളിൽ അവരെ എൻഗേജ് ചെയ്യിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അഥവാ സമയം അല്ലേ, നിയാമത്താനി മാബൂനുൻ ഫീഹിമ കസീറു മിനന്നാസ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ നമ്മെ പഠിപ്പിച്ചത്. അത് കുട്ടികളായാലും മുതിർന്നവരായാലും ഒരുപോലെ തന്നെയാണ്. രണ്ട് കാര്യങ്ങൾ, രണ്ട് അനുഗ്രഹങ്ങൾ, ആ രണ്ട് അനുഗ്രഹങ്ങളിൽ ഭൂരിഭാഗം ആളുകളും അശ്രദ്ധവാന്മാരാണ് എന്ന് പറഞ്ഞത്. ഒന്ന് അസ്സിഹത്തു വൽ ഫറാഗ്, ആരോഗ്യമാണ്, ഒഴിവ് സമയമാണ്. അപ്പോൾ കുട്ടികൾ പലപ്പോഴും ഇതുപോലെയുള്ള ചതിക്കുഴിയിലേക്ക് എത്താനുള്ളൊരു കാരണം അവരുടെ സമയമാണ്. ആ സമയത്തിനെ എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് എന്നുള്ളതൊരു നല്ലൊരു ടൈം മാനേജ്മെൻറ്റ്, ഒരു നല്ല ടൈം ഷെഡ്യൂൾ നിർദ്ദേശിക്കാൻ രക്ഷിതാക്കളായി നമുക്ക് സാധിക്കണം. അത് കുട്ടികൾക്ക് ഉപകരിക്കുന്നു എന്നവർക്ക് ബോധ്യപ്പെടണം. അതൊരു കാര്യം. അതോടൊപ്പം തന്നെ ഒരു ഇൻസൈറ്റ്ഫുൾ വിഷൻ അല്ലേ, നല്ല ഒരു ഉൾക്കാഴ്ച, നമ്മുടെ മക്കളെക്കുറിച്ചുള്ള വ്യക്തമായൊരു വിഷൻ, കാഴ്ചപ്പാട് നമുക്ക് വേണമെന്നതാണ്. നമ്മുടെ കുട്ടികൾക്കുള്ള കഴിവുകൾ എന്തൊക്കെയാണ്, ആ കഴിവുകളിലൂടെ മുന്നോട്ട് പോയി അവർക്ക് എത്തിച്ചേരാൻ പറ്റുന്ന മേഖല ഏതാണ് തിരിച്ചറിയാനും കുട്ടികൾക്ക് അതിലേക്കൊരു ഗൈഡ് നൽകാനും ഒരു മാർഗനിർദ്ദേശം നൽകാനും രക്ഷിതാക്കളായി നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രണയത്തിൽ അകപ്പെടാതിരിക്കാനും, അകപ്പെട്ട കുട്ടികളുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാനും, ഏറ്റവും കൂടുതൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ, സ്വാധീനമുണ്ടാക്കാൻ സാധിക്കുന്നത് പിയർ ഗ്രൂപ്പിനാണ്, ഫ്രണ്ട്ഷിപ്പിനാണ്, ഫ്രണ്ട് സർക്കിളിനാണ്. അപ്പോൾ ആ കൂട്ടുകെട്ട്, നമ്മുടെ മക്കളുടെ ഫ്രണ്ട്ഷിപ്പ് ആരുമായിട്ടാണ്, സൗഹൃദം നിലനിർത്തുന്നത് ആരുമായിട്ടാണ്, കലാലയങ്ങളിൽ പോകുമ്പോൾ അവരേറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതും സംസാരിക്കുന്നതും ആരോടാണ്, ആ ആളുകളെ നമുക്ക് തിരിച്ചറിയുമോ അല്ലേ? എൻ്റെ മകളുടെ കൂട്ടുകാരെ എനിക്കറിയാം, അവരുടെ കുടുംബത്തിനെ എനിക്കറിയാം എന്ന് എത്ര പേർക്ക് നമുക്ക് ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ സാധിക്കും? പലപ്പോഴും ഈ ഫ്രണ്ട്ഷിപ്പാണ് അവരെ ജീവിതത്തിലെ പല നല്ല മേഖലയിലേക്ക് തിരിച്ചുവിടുന്നത്, വഴികേടിലേക്കും തിരിച്ചുവിടുന്നത് എന്നുള്ളതാണ്. പല പ്രശസ്തരായ ആളുകളും അവരുടെ ഓട്ടോബയോഗ്രഫിയിൽ എഴുതി വെച്ചിട്ടുള്ളത്, എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തികളിൽ ഒന്നെൻ്റെ രക്ഷിതാക്കളുണ്ട്, എൻ്റെ ടീച്ചേഴ്സുണ്ട്, മൂന്നാം സ്ഥാനം പലപ്പോഴും നൽകാറുള്ളത് കൂട്ടുകാർക്കാണെന്നുള്ളതാണ്. തിരിച്ചുണ്ടാവാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ എന്നെ സഹായിച്ചത് എൻ്റെ ഫ്രണ്ട്സാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഏതായിരുന്നാലും പിയർ ഗ്രൂപ്പിന്, ഫ്രണ്ട്സ് സർക്കിളിന്, ഫ്രണ്ട്ഷിപ്പിന്, കൂട്ടുകാർക്ക് നമ്മുടെ മക്കളിൽ വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ കൂട്ടുകാർ ആരാണ് എന്ന് തിരിച്ചറിയാനും, ആ കൂട്ടുകാർ ക്വാളിറ്റി ഉള്ളവരാണ് എങ്കിൽ നല്ല രൂപത്തിൽ തന്നെ പ്രോത്സാഹനം, ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചൊക്കെ നമ്മുടെ വീട്ടിലേക്കൊക്കെ ഒന്ന് അവരെ വിളിക്കുക, അല്ലെങ്കിൽ നമ്മളും അവരെയൊക്കെ ഒന്ന് ഇടയ്ക്ക് കോൺടാക്റ്റ് ചെയ്യാം. ആ ഫ്രണ്ട് സർക്കിളിൽ എവിടെയെങ്കിലും ഒരു പുഴുക്കുത്തുണ്ട് എങ്കിൽ ആ പുഴുക്കുത്ത് അടിച്ച് തുടച്ച് മാറ്റാനും നമുക്ക് സാധിക്കണമെന്നാണ്. അങ്ങനെയുള്ള കൂട്ടുകാരുമായി ഒരിക്കലും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാൻ പാടില്ല എന്നൊരു കാർക്കശ്യത്തോടു കൂടി ഇടപഴകാൻ, അത് നിലനിർത്താനും നമുക്ക് സാധിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ പ്രണയക്കുരുക്കിൽ നിന്നും രക്ഷപ്പെട്ടു വരാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കും.
ആ രൂപത്തിലേക്ക് എത്തിച്ചേരാതിരിക്കുക, ഈ ഒരു വലിയ ട്രാപ്പിലേക്ക് അകപ്പെടാതിരിക്കാനും നമ്മുടെ മക്കൾക്ക് സാധിക്കുമെന്നുള്ള, എന്തായിരുന്നാലും ഇന്നും ഈ ഒരു എപ്പിസോഡ് ഒരു പാതി വഴിയിൽ എന്ന് പറയുന്നതല്ല, എന്നാൽ ചർച്ച ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു നമ്മുടെ കുടുംബങ്ങളിൽ ഏറ്റവും നല്ല സുന്ദരമായ ദീനിനനുസരിച്ച് ഒരു സാഹചര്യം നിലനിർത്തി തരുമാറാവട്ടെ. അള്ളാഹു നമുക്ക് അവനിഷ്ടപ്പെടുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ നൽകുമാറാവട്ടെ. നമ്മളും അള്ളാഹു നിർദ്ദേശിച്ച ഒരു രക്ഷിതാവായി അള്ളാഹു നമ്മയൊക്കെ ആക്കി തീർക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ ഹൈറും ബർക്കത്ത് നൽകട്ടെ. അതുപോലൊപ്പം തന്നെ ഈ ഒരു സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം ഇന്ന് ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്ത് നമുക്ക് വേണ്ട നല്ല വിലയേറിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ, ദീനീ സാഹചര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു മോട്ടിവേഷൻ, ഒരു പ്രചോദനം, ഒരു ആത്മവിശ്വാസം പകർന്നു നൽകുന്ന ബഹുമാന്യനായ പ്രൊഫസർ KP സാറിനുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, അതോടൊപ്പം തന്നെ ഫീഡ്ബാക്കുകൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾ അതൊക്കെ പീസ് റേഡിയോ ഫീഡ്ബാക്കിലൂടെ നിങ്ങൾക്ക് അയക്കാം. അതൊക്കെ നമ്മൾ പരിഹരിച്ച് മുന്നോട്ട് പോകാറുണ്ട്, പരിഗണിക്കാറുണ്ട് എന്നുകൂടി അറിയിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഇടം നൽകണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.